ഹലോ ഗൈസ്, അജൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും കിട്ടാത്ത കാരണം ഞാൻ എൻ്റെ ഒരു വ്ളോഗായിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു ഷോപ്പ് കാണിക്കാനാണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഇതുവരെ കാണാത്ത ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. നാട്ടിലേക്ക് പലതരം വെറൈറ്റി ഐറ്റംസും മേടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിലേക്ക് വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇപ്പം പുറകെ കാർ വാഷ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാറുണ്ട്. അതുപോലെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും. BMW, ബെൻസും, ഓടിയൊക്കെയാണ് സാധാരണ പൊടി പിടിച്ച് കിടക്കുക. അപ്പം നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് എഴുതിയിട്ട് ചായയും പരിപ്പുവടയും ഇലയുടെയും പിന്നെ ഈ ഒരു ചായക്കടയുടെ ഫുള്ള് എണ്ണക്കടികളും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പകർത്തി. കാരണം ഒരുപാട് എണ്ണക്കടികൾ ആ ചായക്കടയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷോപ്പിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ചായക്കട. 3 സ്റ്റാർ ആണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇതാണ് ഷോപ്പ്. ഈ ഒരു ഷോപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഹ്യൂജ് ഒരു വലിയ ഒരു ഷോറൂമാണ്, അങ്ങനെ പറയാം നമുക്ക് വിസ്താരമായ. കാരണം ഇതിനൊരു എൻഡില്ലാന്ന് വരെ തോന്നും. സ്പ്രേയും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും വെജിറ്റബിൾസും എല്ലാം അടങ്ങിയ ഒരു ഷോപ്പാണിത്. അപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല വെറൈറ്റി ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ, പരിപ്പ് തൊട്ട് വെളിച്ചെണ്ണ, കറിവേപ്പില വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത്ര ഐറ്റംസും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസും ഒരുപാട് ട്രഡീഷണൽ ഐറ്റംസും കുപ്പികളും പൊട്ടാന്നതും കോസ്മെറ്റിക്സും ലിപ്സ്റ്റിക്കും ക്യൂടെക്സും അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, എല്ലാവിധ ഐറ്റംസും, വീട്ടിലേക്കും ഫ്രണ്ട്സിനും ബിസിനസ്സിനും ആയിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഉള്ളൊരു ഷോപ്പാണിത്. ഇത് അബുദാബി മുസഫയിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലോട്ട് വെറൈറ്റി ഐറ്റംസ് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതുവരെ നമ്മൾ ടൈഗർ ബാമും കോടാലി തൈലും മാത്രം കൊണ്ടുപോയി അവർ പലതരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റംസ്, അതുപോലെ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും വേറെ എന്ത് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ നമുക്ക് അതിൻ്റെയൊക്കെ പല വെറൈറ്റി മോഡൽസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു ഇലക്ട്രിക്കലി കത്തുന്ന ഒരു മെഴുകുതിരിയാണ്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടു. ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇതുപോലെ വെള്ളം മാറ്റാനും മീൻ തീറ്റ കൊടുക്കാനും മടിയുള്ളവർക്ക് ഇലക്ട്രിക്കായിട്ട് വർക്ക് ചെയ്യുന്ന അക്വേറിയം വരെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു റാക്ക് നോക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ഒരു എൻഡ് ഉണ്ടാവില്ല. അത്രയും റാക്കിലാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് തന്നെ ഉണ്ട്. ഒന്നിൻ്റെ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ദേഷ്യം കൂടുതലുള്ളവർക്ക്, പ്ലേറ്റൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നവർക്ക് ഇഷ്ടം പോലെ എറിഞ്ഞാൽ പൊട്ടുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പണ്ട് 800 മാരുതി 800 വെച്ച് നടന്ന ആ ഒരു മുന്തിരിക്കൊല, അതുപോലെ ബുർജ് ഖലീഫ തൊട്ട് താജ്മഹൽ വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ അലാവുദ്ദീൻ്റെ വിളക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസും. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു സാധനം അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്, നമ്മുടെ ലവേഴ്സിനും വൈഫിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കീ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ബാറ്ററിയിലുള്ളതുണ്ട്, പക്ഷേ അതിന് എനിക്കൊരു ലൈഫ് തോന്നിയില്ല. കാരണം കീ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലാണ്. നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടും. നമുക്ക് അതിനകത്തുനിന്ന് തന്നെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ആകുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ അവിടെയുള്ള എല്ലാ സാധനത്തിനും ഇതുപോലെ കീ കൊടുത്ത് വെച്ച് എനിക്ക് നല്ലൊരു ഫീൽ കിട്ടി. പിന്നീട് അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. ഷോപ്പ് വീണ്ടും ഉള്ളിലോക്കിട്ടുണ്ട്. ഇതുപോലെ തുണി നമുക്ക് അലക്കിയിടാനുള്ള ഒരു സെറ്റപ്പ്, വീടിനകത്ത് വാഷ് ചെയ്യാനുള്ള മോപ്പുകൾ, അങ്ങനെ ഇഷ്ടംപോലെ വേസ്റ്റ് ബിന്നുകൾ, ഡസ്റ്റ് ബിന്നുകൾ, അങ്ങനെ ഇഷ്ടം പോലെയാണ്. ഒന്നിൻ്റെ അനവധി വെറൈറ്റി മോഡൽസാണ്. ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെറൈറ്റി മോഡൽസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ വിലയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര അധികം വില തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങളാണെങ്കിലും പക്ഷേ വില നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിലകളാണ്. ചില്ല് പാത്രങ്ങൾ, അതുപോലെ മൺകൊണ്ടുള്ള പാത്രങ്ങൾ, കൂജകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. വാട്ടർ പമ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. വെറൈറ്റി ഓഫ് വാട്ടർ പമ്പ്. വാട്ടർ ക്യാൻ നമ്മൾ എടുത്തു വെക്കാനുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്ടർ പമ്പ് വയ്ക്കാം. അതുപോലെ ഇതുപോലെ ഫ്ലാസ്കുകൾ, കൂജകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാകും. അതിൻ്റെ ഒന്നിൻ്റെ തന്നെ ഒരുപാട് മോഡൽസുകൾ ഇവിടെ ഉണ്ടാവും. കാണിച്ചാൽ ഒറിജിനൽ സൂര്യകാന്തി പൂവിനെ തോൽപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സൂര്യകാന്തി കണ്ടോ, കിഡിലിനല്ലേ. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ ലേഡീസിന് പറ്റിയ ഹെയറിന് പറ്റിയ ക്ലിപ്പുകൾ പല സൈസിലുള്ളുണ്ട് കേട്ടോ. പിന്നെ മുകളിലത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെരുപ്പുകളുടെ വൻ സാഗരമാണ്. ഒരു സെക്ഷൻ, ഒരു ഏരിയ മൊത്തം ചെരുപ്പുകളാണ്. അതായത് ഷൂവും ചെരുപ്പും ഒക്കെ വില കുറവ് തൊട്ട് നല്ല വില തൊട്ടുള്ള ചെരുപ്പുകൾ, പല മോഡൽസ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വാങ്ങണം തോന്നും. അതുപോലെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇലക്ട്രോണിക്സ്, മൊബൈൽ കവറുകൾ, ചാർജർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ സ്പീക്കറിൻ്റെ ഐറ്റംസ് തന്നെ കുറേ ഉണ്ട്. ഹോം തിയേറ്റർ സെക്ഷൻ, അങ്ങനെ കുറേ ഐറ്റംസ്. നമ്മുടെ വണ്ടിപ്പാന്തന്മാർക്ക് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിലൊക്കെ ജീപ്പിൻ്റെയൊക്കെ വെക്കാൻ പറ്റുന്ന ടാങ്കുകൾ, അതുപോലെ ഇതുപോലത്തെ പാർട്ടി സ്പീക്കേഴ്സുകൾ, ഹോം തിയേറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ വൻ കളക്ഷനാണ്.
TV അടക്കം വലിയ ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്ന TV അടക്കമുണ്ട്. പല വിധത്തിലുള്ള ടോർച്ച്, മാർഷൽ സ്പീക്കറിനെ തോൽപ്പിക്കുന്ന കിഡിലെ റേഡിയോ. ഈ ഒരു റേഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കത് ഓൺ ചെയ്യുന്ന തോന്നി, അങ്ങനെ ഓൺ ചെയ്ത് വെച്ചാണിത്. ഭയങ്കര നീളം ഉള്ള ഒരു ഏരിയയിലുണ്ടതിന്. ഇതിൻ്റെ മൊത്തം കളക്ഷൻ താഴേക്ക് ഇരിക്കുന്നത് കേട്ടോ. കിഡിലൻ വുഡാണത്. അതുപോലെ വെറൈറ്റി ഓഫ് ടോർച്ചാണ്. നാട്ടിലേക്ക് ടോർച്ച് മേടിച്ചുകൊണ്ടിരുന്ന ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അതുപോലെ വ്ളോഗേഴ്സിന് പറ്റിയ പലതരം ലൈറ്റുകൾ, പിന്നെ മിക്സി, ജ്യൂസറുകൾ, അങ്ങനെയൊക്കെ പല വിലക്കുറവിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോളാർ ലൈറ്റുകൾ വരുന്നുണ്ട്, പല ടൈപ്പിലുള്ള പല വാട്ട്സിലുള്ള സോളാർ ലൈറ്റുകൾ, ഇൻവെർട്ടറുകൾ, ഗ്യാസ് സ്റ്റൗവുകൾ, ഓവന്, അതുപോലെ CCTV അടക്കമുണ്ട്. നമുക്ക് വൈഫൈ വഴി കൺട്രോൾ ചെയ്യുന്ന CCTV. അതുപോലെ വലിയ സ്റ്റാൻഡിൽ വെക്കുന്ന സോളാർ ലൈറ്റ്, ചെറിയ ബൾബുകൾ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, വെൽഡിങ് മെഷീൻ, ഗ്രില്ല്, അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഈ ഒരു കടയിൽ കിട്ടുമെന്ന് പറയുക. എലിപ്പെട്ടി വരെ ഉണ്ട്. ഞാൻ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു ഷോപ്പിൽ ഇവർ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിരിക്കണം. കാർ വാഷറൊക്കെ വെറും 43 റേറ്റിന് സെൽഫ് ബാറ്ററി ഉള്ളത് കേട്ടോ. അതൊന്ന് മേടിച്ച് അതിന് റിവ്യൂ ചെയ്യണമെന്നുണ്ട്. ഉടനെ അത് വരും. ഇത് നമുക്ക് കാർ അക്സറീസ് കംപ്ലീറ്റ് ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർ അക്സറീസ് മാത്രം, അതും ചുളു വിലയിൽ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരം കളിപ്പാട്ടങ്ങളും അതുപോലെ ഹെവി ആയിട്ടുള്ള എല്ലാ ടോയ്സും ഉണ്ട് അവിടെ. നേരത്തെ കാണിച്ച ആ ഒരു ടാങ്കിൻ്റെ തന്നെ SS-ൻ്റെ മോഡലുണ്ട്. അതുപോലെ സൈക്കിളിൻ്റെ, കുട്ടികൾക്ക് സൈക്കിളിൻ്റെ ബൈക്കിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്. ഇതിൽ നാട്ടിലെ യമഹയുടെ എഫ്സെറ്റിൻ്റെ പോലത്തെ ഒരു വണ്ടി ഞാൻ കാണിച്ചിരുതാ, കിഡിലൻ സാധനം. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല അട്രാക്ഷൻ തോന്നി. പിന്നെ നീന്തൽ ഡൈവേഴ്സിന് പറ്റിയ ഐറ്റംസ് കുറേ അങ്ങനെയുണ്ട്. പിന്നെ സൈക്കിളിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സൈക്കിൾ സെക്ഷനിലാണ് ഇപ്പോൾ വരുന്നത്. സൈക്കിളിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന ഈ ഒരു വണ്ടികളുടെയൊക്കെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല, രാത്രി ഞാനപ്പോൾ വീണ്ടും കമ്മിലോട്ട് തിരിച്ചു പോവാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്, അജു പത്മനാഭൻ.